അന്തരിച്ച കണ്ണൂർ എ.ഡി.എം.ആയ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ടായിരുന്നു എന്ന് തുടക്കം മുതൽ തന്നെ സംശയമുണ്ടായിരുന്നതാണ്. എന്നാൽ ആ കേസ് വഴിതിരിച്ച് വിടാൻ പരമാവധി ശ്രമിച്ചത് കണ്ണൂരിലെ കൃത്യമായ ലോബി സംഘങ്ങളുടെ ഇടപെടലാണ്. അതിന് ചുക്കാൻ വഹിച്ചത് വാസ്തവത്തിൽ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനാണ്. എന്നിട്ടും അറസ്റ്റ് ചെയ്യാതെ പരമാവധി സംരക്ഷിക്കുന്നത് എന്തിനാണ് എന്നാണ് വിവിധ ജില്ലാ കമ്മിറ്റികൾ പരസ്യമായി CPIM സംസ്ഥാന സർക്കാരിനെതിരെ ചോദിക്കുന്നത്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. നവീൻ ബാബുവിൻ്റെ മരണത്തെ അതിനകത്ത് അതുമായി ബന്ധപ്പെട്ട് ദിവ്യയെ സംരക്ഷിക്കാൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി എടുക്കുന്ന തിടുക്കം അത് ഞങ്ങൾക്ക് മനസ്സിലാകാതെ ഇരിക്കുന്നു എന്ന് കരുതരുത് എന്നാണ് KP ഉദയഭാനു അടക്കമുള്ളവർ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നത്. CPIMൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. നേരത്തെ തന്നെ മഞ്ജുഷ പറഞ്ഞു, സംസ്ഥാന സർക്കാരിൽ യാതൊരു തരത്തിലുള്ള വിശ്വാസ്യതയും തങ്ങൾക്കില്ല. കേസിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള നീക്കമായിരുന്നു തുടക്കം മുതൽ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തി വന്നിരുന്നത്. ദിവ്യയെ രക്ഷിച്ചെടുക്കണം. അതിനായി പല കാര്യങ്ങളും നിർണായക കാര്യങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ, ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ഒന്നും തന്നെ അടയാളപ്പെടുത്താതെ പോലീസ് വിഴുങ്ങുകയായിരുന്നു. വാസ്തവത്തിൽ തനിക്കും തൻ്റെ കുടുംബത്തിനും ഉണ്ടായ നഷ്ടം നികത്താനാകാത്തതാണ്. തൻ്റെ മക്കൾ അനാഥരായിരിക്കുന്നു. അതിന് കാരണക്കാരിയായവൾ സുഖലോലിമയായി അവരുടെ മക്കളോടൊപ്പം സുഖിച്ച് വീട്ടിൽ ഭർത്താവുമോർത്ത് സുഖിച്ച് അന്തി ഉറങ്ങുന്നു. വല്ലാത്ത വിധിയുടെ വിളയാട്ടമാണിത്. തെറ്റ് ചെയ്തവർ സുഖലോലിമരായി ഇങ്ങനെ നടക്കുകയാണ്. പുതിയ ഫാഷൻ മോഡൽ ഡ്രസ്സ് ധരിച്ച് ഒപ്പിടാൻ എല്ലാ തിങ്കളാഴ്ചയും വരുന്ന അവർ പോലീസിനെ നോക്കി കൊഞ്ഞണം കുത്തിയാണ്, പരിഹസിക്കുകയാണ്. പിണറായി വിജയൻ്റെ നാറിപ്പുഴുത്ത ഈ ഭരണം, അതിനെ ജനങ്ങൾ ഏറ്റവും പുച്ഛത്തോടെ കാണുന്ന സമീപനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. കണ്ണൂർ ADM ആയിരിക്കവേ കൃത്യമായി അദ്ദേഹം ചെങ്കൽ മാഫിയക്കെതിരെയും അതുപോലെ ഖനന മാഫിയക്കെതിരെയും നടപടിയെടുത്തിരുന്നു. അവർക്ക് NOC അനധികൃതമായി കൊടുക്കുന്നതിൽ എല്ലാ രീതിയിലും അതിനകത്ത് ചട്ടങ്ങൾ നോക്കി അതൊന്നും തന്നെ നൽകാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തെ വകവരുത്തുക, അദ്ദേഹത്തെ തീർക്കുക, എന്നേക്കുമായി അദ്ദേഹത്തിൻ്റെ ശല്യം ഒഴിവാക്കുക എന്നതായിരുന്നു അവരുടെ പ്ലാൻ എന്ന് മനസ്സിലാക്കാൻ മാത്രം കഴിവില്ലാത്തവരാണോ SIT എന്ന് തന്നെയാണ് മഞ്ജുഷ കൃത്യമായി മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അന്വേഷണത്തിൻ്റെ ഫയൽ അതിനകത്ത് നവീൻ ബാബുവിനെ അഴിമതിക്കാരനായി കൊടുക്കാൻ ശ്രമിച്ച പ്രശാന്തൻ എത്ര വലിയ ഗജ ഫ്രോഡാണ് എന്ന് മനസ്സിലാക്കിയിട്ടും പ്രശാന്തനെതിരെ അന്വേഷണത്തിന് ഉത്തരവില്ല. 2 വ്യാജ ID കാർഡുമായി നടക്കുന്ന എല്ലാം ഫാബ്രിക്കേറ്റഡ് കഥകൾ മെനഞ്ഞുണ്ടാക്കുന്ന പ്രശാന്തനെ കൂട്ടുപിടിച്ചാണ് ദിവ്യയ്ക്ക് ജാമ്യം പോലും ലഭിച്ചത്. കളക്ടറുടെ വ്യാജമൊഴി എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ കേസെടുക്കുന്നില്ല? എല്ലാം വളരെ സ്പഷ്ടമാണ്. ദിവ്യ ഈ കൊലക്കേസിൽ പ്രതിയാണ്. എന്നിട്ടും ദിവ്യയെ ചുളുവിൽ രക്ഷിച്ചെടുക്കാൻ MV ഗോവിന്ദൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ള പ്രമുഖർ CPIMൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി പരസ്യമായി ശ്രമിക്കുന്നു.